സംസ്ഥാന ബി.ജെ.പിയുടെ ഉന്നതതല യോഗം കഴിഞ്ഞ ദിവസം നടന്നു. സംസ്ഥാന നേതൃത്വത്തിലുള്ള ഉന്നത നേതാക്കളാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് ഒത്തുകൂടിയപ്പോൾ മുതിർന്ന നേതാക്കളായ കെ സുരേന്ദ്രൻ, അതുപോലെ തന്നെ മറ്റ് ചില അനഭിമതരായ ക്യാരക്ടേഴ്സ്, അവരെ ഒന്നും ഈ യോഗത്തിൽ പങ്കെടുപ്പിക്കാൻ രാജീവ് ചന്ദ്രശേഖർ തയ്യാറായില്ല എന്ന വിമർശനവും അമർഷവും തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ പുകയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മാരാർജി ഭവനിൽ രാജീവ് ചന്ദ്രശേഖർ വാർത്താ സമ്മേളനം വിളിച്ചിട്ട് അത് റദ്ദ് ചെയ്തു, ഇന്നത്തേക്ക് മാറ്റി. ഇതൊക്കെ തെളിയിക്കുന്നത് ബി.ജെ.പിക്കുള്ളിലെ അസ്വാരസ്യങ്ങളാണ്. എന്താണ് ഈ യോഗം ചർച്ച ചെയ്തത്? അത് പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ടതില്ലേ? ജനാധിപത്യ കേരളമാണല്ലോ. അവർ ചർച്ച ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന കോടിക്കണക്കിന് രൂപയുടെ കുഴൽപ്പണം വെളുപ്പിക്കലും കുഴൽപ്പണം കടത്തും ചർച്ച ചെയ്യുകയായിരുന്നു. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ എടുത്തെടുത്ത ഒരു കാര്യം പറഞ്ഞു. നിങ്ങളൊരു കാര്യം ചെയ്യൂ, നിങ്ങളൊരു കാര്യം ചെയ്യണം. എന്താണ്? ഈ വാർത്തകളൊക്കെ ജനം മറക്കും, ഈ അഴിമതി കാര്യങ്ങളൊക്കെ ജനം മറക്കും. നിങ്ങൾ സംഘടനാ പ്രവർത്തനത്തിൽ സജീവമാകുക. ഒരു കോർപ്പറേറ്റ് മുതലാളിയായ രാഷ്ട്രീയക്കാരൻ ഈ ഉത്തരം ഇങ്ങനെ തന്നെ നിർദ്ദേശിക്കുമെന്നതിൽ തർക്കമൊന്നുമില്ല. 25 കോടിയായാലും 25,000 കോടിയായാലും അഴിമതിക്കാര്യമൊക്കെ അടുത്ത ഒരു വാർത്ത വരുമ്പോൾ മുങ്ങി അസ്തമിക്കുമെന്ന് രാജീവ് ചന്ദ്രശേഖറിനെ കൃത്യമായി അറിയാം. കാരണം അദ്ദേഹം ഒരു ചാനലിൻ്റെ മുതലാളി കൂടിയാണ്. വാർത്തകൾ ഒന്നിനു പുറകെ ഒന്നൊന്നായി മാറി മാറി വരുമെന്നും എല്ലാ അഴിമതി കഥകളും കാറ്റിൽ പറന്നു പോകുമെന്നും രാജീവ് ചന്ദ്രശേഖർജിക്ക് അറിയാം. പക്ഷേ ഒന്ന് സ്ഥിരമായി നിൽക്കും: പാർട്ടി പ്രവർത്തനം. അതുകൊണ്ട് വിട്ടുകളയരുതെന്നാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. അപ്പോൾ തൃശ്ശൂരിൽ സിറ്റി കമ്മിറ്റി ഓഫീസിൽ കൊണ്ടുവന്ന 25 കോടി രൂപയുടെ കഥ, സംസ്ഥാന കമ്മിറ്റി തന്നെ വിനിയോഗിക്കേണ്ട ഇലക്ഷൻ ഫണ്ടിൽ വന്ന വെട്ടിപ്പ്, മറ്റ് ജില്ലാ കമ്മിറ്റികളിലേക്ക് പോയ പണത്തിൻ്റെ കണക്ക്, ഇതൊക്കെ എവിടെ? ആര് ചോദിക്കാൻ? അങ്ങനെ ചോദിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനും കൊടകര കേസിലൊക്കെ പ്രതിസ്ഥാനത്തൊക്കെ വന്നിട്ടുണ്ട്, ആരോപണ വിധേയനൊക്കെ ആയിട്ടുണ്ടെങ്കിലും രാജീവ് ചന്ദ്രശേഖർജിയോട് അത്രമാത്രം ഇഷ്ടക്കൂടുതലില്ലാത്തത് കൊണ്ട് കെ സുരേന്ദ്രൻ ഉറപ്പായും യോഗത്തിലുണ്ടായിരുന്നുവെങ്കിൽ ചോദിച്ചേനെ, പണം കട്ടവരെ പിടിക്കേണ്ടേ രാജീവ് ചന്ദ്രശേഖർജി എന്ന്. കട്ടവൻ ആരപ്പ എന്ന് പാട്ടെഴുതി പ്രചരിപ്പിച്ചാൽ മാത്രം പോരാ, പാർട്ടി ഫണ്ട് കട്ടവന്മാരെയും കയ്യാമം വെച്ച് തുറുങ്കിലടക്കേണ്ടേ എന്ന് കെ സുരേന്ദ്രൻ കേൾക്കുമായിരുന്നു, ചോദിക്കുമായിരുന്നു. അതുകൊണ്ട് കെ സുരേന്ദ്രനെ ഒഴിവാക്കി തന്ത്രപൂർവ്വം. പല മുതിർന്ന നേതാക്കളെയും, ശോഭാ സുരേന്ദ്രനെയും ഒഴിവാക്കി എന്നാണ് അറിയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ തന്നെ ഒന്നും മിണ്ടിയില്ല എന്നും വാർത്തകളുണ്ട്. കാരണം മിണ്ടാൻ അവസരം കൊടുക്കില്ല. പഴയകാല പുലികളൊക്കെ ബി.ജെ.പിയിൽ ജീർണിച്ച അവസ്ഥയിലാണ്. പഴയകാല പുലികളൊക്കെ പാർട്ടിയെ വളർത്താൻ കഷ്ടപ്പെടുകയും ഒരുപാട് ആരോപണങ്ങൾ കേൾക്കുകയും കേസും വഴക്കുമൊക്കെയായി കോടതി വരാന്ത കയറി ഇറങ്ങുമ്പോൾ അവരെ തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് പോലും ഈ അതിനിർണായകമായ ഒരു യോഗത്തിലേക്ക് രാജീവ് ചന്ദ്രശേഖർജി വിളിക്കുകയോ ഉൾപ്പെടുത്തുകയോ ചെയ്യാത്തതിൽ ബി.ജെ.പിയിൽ കടുത്ത അമർഷം പുകയുന്നുണ്ട്. ഇത് വാസ്തവമാണ്. നിങ്ങൾ ബി.ജെ.പിയിലേക്ക് ഒന്ന് കണ്ണ് ഓടിച്ചു നോക്കുക. ബി.ജെ.പിയുടെ അന്തഃപുരങ്ങളിൽ നടക്കുന്ന ഇത്തരം തട്ടിപ്പുകളുടെയും വെട്ടിപ്പുകളുടെയും കഥകൾ പുറത്തു പറഞ്ഞ ആളുകൾ നേരിടുന്ന മാനസിക വെല്ലുവിളികൾ, മാനസിക വിഭ്രാന്തികൾ നിങ്ങൾ മനസ്സിലാക്കുക. 25 കോടി രൂപ എന്ന് പറയുന്നത് ഇന്നോ നാളെയോ മറന്നു പോകുമെന്ന് മാത്രം പറഞ്ഞ് ആ വിഷയം ലഘൂകരിക്കാൻ രാജീവ് ചന്ദ്രശേഖർജിക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന വലിയ തട്ടിപ്പും വെട്ടിപ്പിനും അദ്ദേഹം വഴിവെട്ടുകയല്ലേ എന്ന് നമുക്ക് ന്യായമായും ചോദിക്കാം.